അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം മലയാള സിനിമയിലെ കളക്ഷൻ, അപ്പം റോന്ത് അതുപോലെ വ്യസനസമേതം, ബന്ധുമിത്രാദികൾ, ഈ രണ്ട് ചിത്രങ്ങളാണ് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്ന രണ്ട് ചിത്രങ്ങൾ. ബാക്കിയെല്ലാം ഒത്തിരി ചിത്രങ്ങളുണ്ട്. നരിവേട്ടയുണ്ട്, ആഭ്യന്തര കുറ്റവാളിയുണ്ട്, റീറിലീസിങ് ചിത്രമായ ചോട്ടാ മുംബൈയുണ്ട്. അങ്ങനെ മികച്ച ചിത്രങ്ങൾ നിരവധിയുണ്ട്. എന്നാലും പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരു കഷ്ടകാലത്തിൻ്റെ സമയമാണ്. നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലം, അതുപോലെ സ്കൂൾ തുറക്കുന്ന സമയം, അതെല്ലാം തന്നെ മലയാള സിനിമയിലെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചിത്രങ്ങളിലെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എല്ലാ ചിത്രങ്ങളും മികച്ച അഭിപ്രായങ്ങൾ നേടിയെന്നുണ്ടെങ്കിലും ഈ ചിത്രങ്ങൾക്കൊന്നും കളക്ഷൻ വേണ്ടത്ര വിധം ഉയരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നരിവേട്ട ചിത്രം മഴ വളരെയധികം ഈ ചിത്രത്തെ ബാധിച്ചതായിട്ടാണ് നമ്മൾക്കറിയാൻ പറ്റുന്നത്. അതുപോലെ ആഭ്യന്തര കുറ്റവാളി, അതും മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന കാഴ്ചയും കാണും. പക്ഷേ ആ പ്രതികരണത്തിനനുസരിച്ചുള്ള കളക്ഷൻ ഈ ചിത്രവും നേടിയില്ല എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം. മറ്റൊരു ചിത്രമാണ് വ്യസനസമേതം, ബന്ധുമിത്രാദികൾ എന്ന ചിത്രം. ഇത് മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ചിത്രമാണ്. ബിബിനാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത്. പിന്നിടുമ്പോൾ ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്, ഇന്നലെ ഈ ചിത്രം 45 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. അങ്ങനെ 4 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു തുടക്കം തന്നെ അല്ലേ? അതുപോലെ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് ഇതിൻ്റെ കണക്കുകളൊന്നും പുറത്തു വന്നില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് 6.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക തന്നെ ഈ ചിത്രം നേടിക്കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചിത്രത്തിന് താരമൂല്യം ഒന്നുമില്ലാത്ത ചിത്രമാണത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ചിത്രമാകാം. ഏകദേശം 3-4 കോടി റേഞ്ചിൽ നിൽക്കുന്ന ബഡ്ജറ്റാകാം ഈ ചിത്രത്തിൻ്റേത് എന്ന് പ്രതീക്ഷിക്കുന്നു. അനശ്വര രാജനാണ് മുഖ്യ കഥാപാത്രമായി വരുന്നത്. മല്ലിക സുകുമാരൻ, അതുപോലെ ബൈച്ചു, നോബി മാർക്കോഫ്, അഫീഫ് നെടുവങ്ങാട് എന്നിവരൊക്കെ നിറഞ്ഞാടിയ ചിത്രം തന്നെയാണ് വ്യസനസമേതം, ബന്ധുമിത്രാദികൾ. ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ചിത്രം പറയുന്നത്. ഞാൻ ആ ചിത്രത്തിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സാമാന്യം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് കളക്ഷന് ഇടിവ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏകദേശം 15 ലക്ഷം 20 ലക്ഷം റേഞ്ചിലേക്ക് ഈ ചിത്രം ഇന്ന് നേടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നുകൊണ്ട് ഈ ചിത്രം ഏകദേശം 4 കോടി 25 ലക്ഷത്തേക്ക് ഈ ചിത്രം എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിജയ ചിത്രമാകാനുള്ള തുടക്കം തന്നെയാണ് ഈ ചിത്രം നടത്തി വരുന്നത്. അതൊരു ഒരുപക്ഷെ വിജയ ചിത്രമായി മാറും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രമായിരുന്നു റോന്തും വ്യസനസമേതം, ബന്ധുമിത്രാദികളും രണ്ടും അടുപ്പിച്ചാണ് റിലീസ് ചെയ്തത്. ഈ രണ്ട് ചിത്രവും പ്രേക്ഷക അഭിപ്രായം നേടിയ ചിത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആദ്യ സമയത്ത് റോന്തായിരുന്നു അല്പം കളക്ഷന് മുൻപന്തിയിൽ നിന്നതെങ്കിൽ ഇപ്പോൾ വ്യസനസമേതം, ബന്ധുമിത്രാദികളാണ് ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഇന്നലത്തെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നലെ ഈ ചിത്രം നേടിയത് 40 ലക്ഷം രൂപയാണ്. അങ്ങനെ 4.5 കോടി രൂപയിലേക്ക് ഈ ചിത്രം കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രത്തിൻ്റെയും കളക്ഷൻ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏകദേശം 7.5 കോടി റേഞ്ചിലാണ് ഈ ചിത്രം പ്രതീക്ഷിക്കുന്നത്. ദിലീഷ് പോത്തനും റോഷൻ മാത്യൂഫും നിറഞ്ഞു നിൽക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ. അങ്ങനെ ഈ ചിത്രം മികച്ച രീതിയിൽ മുന്നേറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നരിവേട്ടയെപ്പറ്റിയും ആഭ്യന്തര കുറ്റവാളി, വ്യസനസമേതം ഒക്കെ പറഞ്ഞ പോലെ തന്നെ റോന്ത് എന്ന ചിത്രം മികച്ച അഭിപ്രായം നേടിയ ചിത്രമാണ്. പ്രേക്ഷക അഭിപ്രായങ്ങൾ യാതൊരുവിധ നെഗറ്റീവും ഇല്ലാത്ത അഭിപ്രായങ്ങളായിരുന്നു എല്ലായിടത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഒരുപക്ഷെ മഴക്കാലമല്ലായിരുന്നെങ്കിൽ ഇതിലും മികച്ച കളക്ഷൻ ഈ ചിത്രം നേടിയേനെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പുതിയ ചിത്രങ്ങളൊന്നും ഉടനെ റിലീസ് ചെയ്യുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ആയത് ചിത്രം 27-നാണ് റിലീസ്. അത് ലാലേട്ടൻ്റെ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു റോള് തന്നെയാണ്. പ്രവാഫ് വരുന്നുണ്ട്, വിഷ്ണു മഞ്ജു, അക്ഷയ് കുമാർ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരു പാൻ ഇന്ത്യൻ ചിത്രം തന്നെയാണ് കണ്ണപ്പ. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിപ്പിക്കുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ മികച്ച രീതിയിലുള്ള തിയേറ്റർ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 27-ാം തീയതി ആ ചിത്രം, കണ്ണപ്പ എന്ന ചിത്രമാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മറ്റൊരു ചിത്രമായിരുന്നു JSK എന്ന ചിത്രം. സുരേഷ് ഗോപിയുടെ വക്കീൽ വേഷത്തിൽ നിറഞ്ഞാടുന്ന ചിത്രം. ചിന്താമണി കൊലക്കേസിന് ശേഷം വക്കീലായിട്ട് സുരേഷ് ഗോപി നിറഞ്ഞാടുന്ന ചിത്രമാണ് JSK എന്ന ചിത്രം.
അതിൻ്റെ റിലീസ് തീയതി നിശ്ചയിച്ചിരുന്നത് 27 പക്ഷെ അത് ചില പ്രശ്നങ്ങൾ സെൻസർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം ഇത് മാറ്റിവെച്ചു എന്നും പറയപ്പെടുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഒരുപക്ഷെ ഈ ചിത്രം റിലീസാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ആഴ്ചയും പഴയ ചിത്രങ്ങൾ തന്നെയായിരിക്കാം തിയേറ്ററിൽ ഓടാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കാം. പുതിയ പുതിയ കളക്ഷൻ റിപ്പോർട്ടുകളും പുതിയ പുതിയ സിനിമാ വാർത്തകളും ഒക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.